2 കൊരിന്ത്യർ 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുക്രിസ്തു സകലർക്കായും ഒരിക്കലായി മരിച്ചു. ആകയാൽ യേശുവിൽ വിശ്വസിച്ചവരായ നാം മരണം മാറി ജീവൻ പ്രാപിച്ചു. എന്നാൽ ഇവിടെ യേശുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു എന്നും അത് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനാണെന്നും പൗലോസ് പ്രസ്താവിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പൗലോസ് ഇതെഴുതുന്ന സാഹചര്യം മനസ്സിലാക്കാതെ അറിയാൻ സാധിക്കുകയില്ല. സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും എതിർപ്പുകൾ നേരിടാറുണ്ട്. അതിൽ പലതും ജീവന് തന്നെ ഭീഷണിയുണ്ടാക്കുന്നതാണ്. എന്നാൽ സുവിശേഷമാകട്ടെ ജീവനാണ് താനും. മരണത്തെ അഭിമുഖീകരിച്ചും ഈ ജീവൻ്റെ സുവിശേഷം പാപത്താൽ മരിച്ചു കിടക്കുന്നവരിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്നവരാണ് ഓരോ മിഷണറിയും. യേശുക്രിസ്തുവിനായി മരിക്കാനും തയ്യാറായാണ് അവർ ഈ പ്രവർത്തനം നിർവഹിക്കുന്നത്. ആകയാൽ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ മരണം അവിടുത്തെ സാക്ഷ്യം വഹിക്കാനായി സ്വശരീരങ്ങളിൽ വഹിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരിലേക്ക് സുവിശേഷത്തിൻ്റെ ജീവൻ തങ്ങളിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. ഭൂലോകത്തിലൊക്കെയും യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ യേശു കൽപ്പിച്ചപ്പോൾ ആ സന്ദേശത്തിൽ തന്നെ തനിക്കായി രക്തസാക്ഷികളാകുക എന്ന ആശയം കൂടെ ഉണ്ടായിരുന്നു. നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോഴും ക്രൂശ് എടുക്കുന്നവൻ ക്രൂശിൽ മരിക്കാനാണ് അത് ചുമക്കേണ്ടി വരുന്നത് എന്നതിനാൽ തന്നെത്താൻ ത്യജിക്കുക എന്ന ആശയം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ തന്നെത്താൻ നാൾതോറും മരിച്ചവനെന്നെണ്ണുമ്പോഴും യേശുവിൻ്റെ മരണം തന്നെയാണ് ശരീരത്തിൽ വഹിക്കുന്നത്. ശിഷ്യൻ ഗുരുവിനെ വെളിപ്പെടുത്തുന്നതിനാൽ യേശുവിൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് തന്നിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യേശുവിൻ്റെ മരണവും ജീവനും ഒരുമിച്ച് തങ്ങളുടെ ശരീരങ്ങളിൽ വഹിക്കുന്നവരാണ് നാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.